ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമുക്കത് നോക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മമ്മൂക്ക. വി ലവ് യു സോ മച്ച്. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ചധികം ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഫുഡുകളാണിത്. ഇത് ഓരോന്നിൻ്റെയും റെസിപ്പി ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് ഇടാം. ഇതെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ പത്തിരി, ചിക്കൻ ഫ്രൈ, മട്ടൻ കറി, ചപ്പാത്തി എല്ലാം ഓരോ ദിവസവും ഇടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ കഴുകുമ്പോൾ അതിൻ്റെ മേളിലുള്ള പാടയൊക്കെ പൊളിച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ വയറുവേദനയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 വറ്റൽ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 3 സ്പൂൺ മൈദ, 1.5 സ്പൂൺ അരിപ്പൊടി, 5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 സ്പൂൺ ഗരം മസാല, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് വേണ്ടത്. പിന്നെ ഒരു മുട്ട അത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു നല്ല പുളിയുള്ള തൈരായി പറഞ്ഞ് ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരി വേണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കല്ലുപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ച് ചിക്കനിൽ ഇങ്ങനെ നല്ലപോലെ തേച്ച് വെക്കുക. ഒരുപാട് കട്ടിയായിട്ടുള്ള മസാലയായിട്ട് തേക്കരുത്, കുറച്ച് ലൂസാവണം. നിങ്ങൾക്ക് അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ലൂസാക്കിയിട്ട് നല്ലപോലെ ചിക്കനിൽ തേച്ച് ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ 2-2.5 മണിക്കൂർ വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ചിക്കൻ മുക്കി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലിടുക. ചിക്കൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ മുക്കി പൊരിച്ച് എടുക്കാൻ ശ്രമിക്കുക. എന്നാലേ ആ ഉള്ളിൽ ജ്യൂസി ആയിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുള്ളൂ. എന്നിട്ട് ഒരു ഭാഗം ചൂടായി കഴിയുമ്പോൾ മറിച്ചിടുക. എന്നിട്ട് അങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.